ആ സാത്താന്റെ സന്തതിക്ക് ഒന്നും കൊടുക്കരുത്. മറ്റുള്ളവനെ പറ്റിച്ച് നിങ്ങൾ എത്ര നാള് ഒരു സാധനം ഉണ്ട് എന്റെ ഹിന്ദി പറയാൻ നല്ല मेरी नायिका है एक्टिंग बढ़िया है എന്ത് വെടിയൊക്കെയാണോ പറയാ എല്ലാരും വീട്ടിൽ നിന്ന് തിയേറ്റർ റൊമാൻസ് ഉണ്ടോ? റൊമാൻസ് ഉണ്ടോ? मैं ध्यान का नायिका हूँ फरीदा विनीत में पूरा सब लोग देखकर आने सकता था. കറക്റ്റ് കേസ് കേട്ടോ. അണ്ണൻ പൂരാ ലോകത്തിന് ഉദർ ഹേ. എന്റെ ബ്രാക്ക് കിട്ടുന്നല്ലാത്ത 2 സെലക്ഷനിലും നല്ല പൈസ കിട്ടി. അതെന്താണെന്നറിയോ? നേരത്തെയൊക്കെ ധ്യാനായിരുന്നു നമ്പർ പറഞ്ഞോണ്ടിരുന്നത്. ഇതിപ്പോ ഞാൻ സ്വയം തീരുമാനിച്ചു. അതെ ശരിയാണ്. കറക്റ്റ് ആളിയാ. ക്ലിപ്പ് കാണാറില്ല ഞങ്ങള്. ഞാൻ എക്സ്പ്ലനേഷൻ ചോദിച്ചു. ചോദ്യം ഇവനെ പിടിച്ച് ഞാനിപ്പോ തല്ലിയാൽ അത് തെറ്റാണോ ശരിയാണോ? റൈറ്റ് ആൻസർ. നീ പറഞ്ഞു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജിഞ്ചർ മീഡിയ പ്ലീസ് ലൈക്ക് ഷെയർ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുസൃതി ചോദ്യം അപർണ, എന്റെ വകയാണ്. ഇത് പറ്റും. പ്ലീസ് അപ്പു. ദിസ് ഈസ് വെരി സിമ്പിൾ യു നോ. അഗൈൻ ഞാനൊരു വാർണിംഗ് തരികയാണ്. ഭയങ്കര ഇനി ഒരു കാര്യം അതിന് പറയാനുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ, അതിന്റെ ലാസ്റ്റ് നിങ്ങളുടെ ടീമിന്റെ കൂടെ ആരാണോ നിന്നത് അവർക്ക് 20% ഒരു ചെറിയ കമ്മീഷൻ പോലെ. ഇതിനകത്ത് കമ്മീഷൻ പിന്നെ എന്തിനാണ് നടത്തുന്നത്? അതെല്ലാം സോറി, എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ത് ഈ 500 രൂപയിൽ എനിക്ക് വേണ്ട. എന്റെ സംശയം അറിയാമോ? ഈ 500 രൂപ 20% ഇപ്പോഴല്ല, അറ്റ് ദി എൻഡ് ഓഫ് ദ ഗെയിം അതായത് 3000 കിട്ടിയാൽ 100 ഈ 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു ഞാൻ ഈ 500 എടുത്തോ. നീ പ്രോട്ടീൻ ഷേക്കോ ഫ്രൂട്ട് സ്ട്രാപ്സ് കഴിച്ചോ? അവിടെ നിന്നല്ലേ പറഞ്ഞത്. അത് തന്നെ പലതും പറയും. ഇതും നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ബസറൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. റെഡിയാക്കി വെച്ചേക്കും. അങ്ങനെയല്ല, നിങ്ങൾ അടിക്കാൻ റെഡിയാക്കി വെച്ചു. രമണനും ചന്ദ്രികയും ചിത്രരചന ക്ലാസ്സിൽ ചേർന്നു. മാഷ് അവരെ ടെസ്റ്റ് ചെയ്യാനായി ഒരു വിഷയം കൊടുത്ത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ രമണൻ പെട്ടെന്ന് വരച്ചു തീർത്തു. അപ്പം ചന്ദ്രിക പോയിട്ട് ഹെൽപ്പ് ചോദിച്ചു, എനിക്കും കൂടെ ഒന്ന് വരച്ചു തരുമോ എന്ന് പറഞ്ഞു. അപ്പോ രമണൻ പാട്ട് രൂപത്തിൽ ചന്ദ്രികയോടൊരു കാര്യം പറഞ്ഞു. എന്താണത്? 10 സെക്കൻഡ് ഉള്ളേ. 1 പാടില്ല 2 പോയി. കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ പറയുന്നത് പറ്റില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. 2 3 ആ പാട്ടിലൂടെ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 5 6 പാടില്ല ഇനി 10 സെക്കൻഡ്. നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് എനിക്കറിയില്ലേ. അതായത് പറ്റില്ല, ചെയ്തു തരാൻ പറ്റത്തില്ല, നീ തന്നെ ചെയ്തോ എന്ന അർത്ഥത്തിൽ ഒരു പാട്ട് പാടി. നീ തന്നെ ചെയ്തോ എന്നുള്ള ഒരു അർത്ഥത്തിൽ 9 10 എന്തെങ്കിലും പറ. പോയി. എന്താണ് അവര് ചെയ്യുന്നത്? പടം വരയ്ക്കുന്നു. നീ തന്നെ ചെയ്തോളൂ. 4 5 പഴയ പാട്ടാണോ? 6 പഴയ ഒരു മിഡ്. 8 9 10 പോയി. 1 2 3 സ്വന്തമായിട്ട് 4 വരാ. 5 സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉത്തരം. ഇവർക്കാ പോയിന്റ്. നേരത്തെ ചൂടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയട്ടെ, അത് ബെസറടിച്ചിട്ടാണ് ചൂടെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ബെസറടിക്കാന്ന് പറഞ്ഞത്? ചുമ്മാ കേട്ടില്ലേ? അവരുടെ ഗ്യാപ്പ് അത് പറയരുത്.
point അതാണ്. എന്റെ ഞാൻ ബുദ്ധി പണ്ടേ വെറുതെ പറഞ്ഞേ. waste ആക്കി. അല്ലേലും വല്ലോന്റെ ഇതിൽ കൊണ്ടുപോയി തിന്ന് വല്ലോരും അഡ്ഡാടിച്ചത് എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് വീണയ്ക്ക് കുഴപ്പമില്ലായിരിക്കും കാര്യം പുള്ളിയെ വീട്ടിൽ കുറെ എടാ ദിസ് ഇസ് ജെന്യുവിൻ ബ്രോ ഞാൻ പറഞ്ഞു ഇത് റിവൈൻഡ് ചെയ്ത് കേട്ടോ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അവർക്ക് point ഞങ്ങളുടെ കിട്ടും ഞാൻ ഭാഗത്ത് പറഞ്ഞു. mistake ഞങ്ങൾ accept ചെയ്യുന്നു. അത് സത്യമാണോ പോട്ടെ പോട്ടെ കൊണ്ടോട്ടെ നിന്റെ ശക്തി കാണിക്കുക ആ എടുക്കുന്നതിനകത്തിൽ ഒന്നും കൊടുക്കരുത് നിന്റെ ശക്തി ഇവിടെ കാണിക്കുക അത് ശാന്തി നേരത്തെ 9 എന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ട് ആ സാത്താന്റെ സന്തതിക്ക് ഒന്നും കൊടുക്കരുത് അളിയാ മറ്റുള്ളവനെ പറ്റിച്ച് ഇവിടെ എത്ര നാള് നിന്റെ ശക്തി വെളിപ്പെടുത്തുക ദൈവമേ കുറെ കൊടുത്തോ എന്നാ 100 രൂപ 100 രൂപ കിട്ടി എന്റെ പ്രാർത്ഥന ബലപ്പെട്ടു. നിങ്ങൾ എന്തിനാ 2 എടുക്കുന്നത്? വല്ല 16 ഒക്കെ എടുത്താ പക്ഷെ ഇപ്പൊ നമ്മള് കറക്റ്റാ നിങ്ങൾ 600 ഞങ്ങൾ 600 അടുത്ത റൗണ്ട് സെഗ്മെന്റ് ഉത്തരം വഴി ജയിച്ചത് ഞങ്ങൾ അതൊന്നും ഇല്ലാതെ ജയിച്ചത്. അപ്പൊ നമുക്ക് ഹിന്ദി പറയുന്നു ഒന്നും പറയാതെ ജയിച്ചത് ഞങ്ങളല്ലേ മാസ്. ബുദ്ധി വേണം ബുദ്ധി. 100 രൂപ കിട്ടിയല്ലോ. അടുത്ത ഒരു സെഗ്മെന്റ് നിനക്ക് ഭയങ്കര വിഷമമുണ്ടല്ലേ കണ്ടോ കണ്ടോ അവരുടെ ടീമിനെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അവർ ഉത്തരം പറയില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ ഇവിടെ നിന്ന് ക്ലൂ പറയാൻ തുടങ്ങി. അത് correct. അതാണ് എന്റെ ക്ലൂ ആണല്ലോ. ഈ വെളിവ് കെട്ടവൻ അതെ അതെ പറഞ്ഞോ മിസ്റ്റർ ദർശന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അത് അവർക്ക് ആൻസർ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു ഇല്ല, അടുത്തതിൽ പിടിക്കാം. എന്റെ ക്ലോസ് പിടിച്ചാൽ മതി. ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവര് പറയുന്നത് മണ്ടന്മാരല്ലേ. അടുത്ത ക്ലൂ അടുത്ത ടാസ്ക് സെഗ്മെന്റ് ഈസി പരിപാടിയാ. ആപ് കൈസേ ഹോ ഹിന്ദിയല്ലേ. ഈ സിനിമയെ പറ്റി ഒരാൾ 20 സെക്കൻഡ് വെച്ച് ഹിന്ദിയിൽ പ്രൊമോട്ട് ചെയ്യണം, പറയണം. ഈ ഫിലിം മേ ബഹുത് സൂപ്പർ ഹേ, അച്ഛാ ഫിലിം ഹേ. വേണ്ട പ്ലീസ് സ്വന്തമായിട്ട് February വെറുതെ പറയണ്ട. 28 release ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരു സാധനം ഉണ്ട് എന്റെ ഹിന്ദി പറയാൻ നല്ല വിജയ് സേതുപതി മറ്റേ അത്ര നല്ല സൂപ്പർ ഹിന്ദി പറയാം ചിത്രത്തില് ചുമ്മാ അതൊന്നും ഹിന്ദി പറയാൻ പറ്റൂല എനിക്കും കുറച്ച് അതിന്റെ തരുമെന്നാണോ? അറ്റത്തും തുടങ്ങിക്കോ. എന്നാ ഇച്ചിരി വിഷയം തുടങ്ങിക്കോളൂ. ഞാൻ വേണം സ്റ്റാർട്ട് ചെയ്ത് തരാം. എന്തി ഇസ് മൂവി മേ അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. 20 സെക്കൻഡ് കൗണ്ടർ 20 സെക്കൻഡ് കൗണ്ട് ഡൗൺ 20 സെക്കൻഡ് അല്ലേ നിനക്ക് എന്ത് അറിയാം അവിടെ തുടങ്ങിയിട്ട് 20 സെക്കൻഡ് ആവുള്ളൂ. ഭയങ്കര കോൺഫിഡൻസ് ഞാനിത് പഠിച്ചു വെച്ചിട്ടാ വന്നത്. ഓക്കെ റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. हम सब लोग इस मूवी में अभिनय മൂവി മേ തലയാട്ടൻ इस मूवी में अभिनय ഒരു ടീം ആയിട്ട് इसके പറയട്ടെ. लिए ഫെബ്രുവരി 28 ഇന്ത്യ 28 എന്ന് പറഞ്ഞ കുഴപ്പമില്ല, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ദോ ആട്ട് रेलवे स्टेशन में 2 गाड़ी नंबर 2 4 2 1 മോനെ സാധനം ഹിന്ദി 10 സെക്കൻഡ് ആയി. ഇനി അടുത്ത 10 സെക്കൻഡ്. പഠിച്ചല്ലേ അവിടെ നിന്ന് കേട്ട്. इसके प्रमोशन के बारे में बोलने के लिए हमको कोई तकलीफ नहीं है. इसके लिए फिर भी Bro. हम यहाँ के आने के बाद भी फिर भी अल्ले ഫിർബി ये मेरी नायिका है. इसकी एक्टिंग बढ़िया है. ബെഡിയാ And മഹാ ചോർ है. ഇവിടെ ചോറ്. ബെഡിയാ बढ़िया बढ़िया ബെഡിയാ വെടിയാ ചോർ ബെഡിയാന്ന് പറഞ്ഞാൽ നല്ലതെന്ന് ബെഡിയാന്ന് പറഞ്ഞാൽ നല്ലതെന്ന് എന്ത് വെടിയൊക്കെയാണോ പറയാ അതല്ല എടീ ബാ 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 बढ़िया എന്ത് വെടിയൊക്കെ പറയുന്നുണ്ട്. क्या बोल ഓക്കെ ക്യാ ബോൾത്തെ 20 സെക്കൻഡ് കഴിഞ്ഞു. ഇനി വീണ. ഞാനാണ് പറയണ്ടേ നമ്മളൊരു ടീമല്ലേ അങ്ങനെ എല്ലാവർക്കും പറയാം. 1 2 3 പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് 1 आप 2 कैसे हो एक बहुत मूवी है वाव वाव फरवरी 28 में रिलीज करता है मैम अभिनय करता है ഓ correct मेरा अभिनय एक भयानक है. നീയും കുറച്ച് മേക്കപ്പ് ഇട്ട് करता है കൊണ്ട് करता है. അത് ആ
मैम ध्यान का नायिका हूँ नायिका और भार्या हूँ नायिका और भार्या हूँ ये नारी है नारी का पानी ये नारी पत्नी 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 है पत्नी है पत्नी है हाँ അതൊക്കെ പോരെ ഓക്കെ ഓക്കെ കീച്ചടാ ഈ സൈഡിൽ നിന്ന് തുടങ്ങിയോ ഞാൻ പഠിച്ചു വെച്ചെല്ലാവരും പറഞ്ഞു എഴുതി ഇതാണ് നീ പഠിച്ചത് दाश हमारा देशवासियों मेरा बहुत अच्छा बड़ा मूवी है आप कैसे हो है ये अच्छा दिन ध्यान से अच्छा दिन अच्छा फ्रेंड स्वच्छ भारत हमारा देश मेरा जीवा मैं ध्यान का पत्नी और എല്ലാരും വീട്ടിൽ നിന്ന് തിയേറ്റർ ചൽ സിനിമ ഞാൻ ഇത്രയും തീർല്ലേ ബാക്കി നീ പറയാം തമിഴ് തമിഴ് ഇന്ത്യ ദേശവാസി സിനിമ പ്രാകൃതിക്ക് എല്ലാരും പൊങ്കോ ഹിന്ദിയിലെവിടെ ബാക്കരം ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയും കുറച്ച് ടഫ് അതെ അതെ എന്നെ അടുത്ത മഹാരാഷ്ട്ര നീ പറ അടുത്ത ആളുടെ എടാ അതേ സ്ലാങ്ങി പറ सब लोग हमारा फिल्म आप कैसे हो जब 5 कक्षा में पढ़ता था പയ്യെ പറയണം लेकिन परंतु इस फिल्म में मैं इस फिल्म में मैं तुम चक्कर है वो दूसरा आदमी एक्टिंग करते था इस फिल्म फरवरी 28 पर थिएटर थिएटर चल देखने के लिए आने की संभावना है वनिता विनीता में वनिता विनीता में पूरे सब लोग देखकर आने सकता था करेक्ट कैसे अनमन पूरा लोग उधर है वो तुम लोग ब्यूटीफुल लोग अपने साथ मूवी देख चल ഓക്കെ धन्यवाद ധന്യവാദം ഗുഡ് എല്ലാത്തിലും നമ്മളങ്ങ് മികച്ചിരിക്കുക ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പറയണ്ട് ധൂമ്രപാൻ മനാ ഹെ എന്താളിയാ ഇപ്പോഴോ ഒരു 100 രൂപ എങ്ങടാ ഒരു 100 രൂപ വേണ്ടറിയാ എനിക്ക് 20% ഉള്ള നീ കളഞ്ഞു കൊടുക്കണ്ട ഞാനേ കൊടുക്കരുത് താങ്ക്സ് ഇത്ര ഹിന്ദി പറഞ്ഞാല് പോയിന്റ് ആണ് നമ്മൾ വായിക്കുന്നു ശരി ഹരിജി ഇത് അടുത്ത ടിക്കറ്റ് എടുത്തോ ഓക്കെ റെഡി അങ്ങ് നല്ല ഹിന്ദിയുടെ എല്ലാം പോയി എന്നൊക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുസൃതി ചോദ്യം കുസൃതിയാണോ ജനറൽ നോളജ് ആയാലോ ഒരു മിനിറ്റ് അവരുടെ ബസ്സറിൽ ഇതില് ഞാൻ ബസ്സറിൽ പറയത്തില്ല. ഞാൻ അമർത്തിയില്ലെങ്കിൽ ചാടിക്കേറി പറയരുത് നീ ഇൻട്രോവേർട്ട് ആവണം ഉത്തരം പറയുന്നുണ്ട് ഓക്കെ റെഡി എളുപ്പമുള്ള ഒരു കുസൃതി ചോദ്യം അത് കഴിഞ്ഞിട്ട് ജനറൽ നോളജ് ആവും ആ, okay. ഇത് ഞങ്ങൾക്ക് വേണ്ടി തന്നെ സെറ്റ് ആക്കണം കേട്ടോ ജനറോളജ് കുസൃതി പറയാൻ പോവാ ആ അളിയ ഞാൻ അപ്പുറത്തെ ടീമാണെങ്കിലും ഞാൻ കാര്യമില്ലല്ലോടാ. കൈവെക്കാം ഉത്തരം അറിയാമെങ്കിൽ അടിച്ചാ പോരെ അല്ല ഇത് അറിയാവുന്ന ഉറപ്പാ പെട്ടെന്ന് അടിക്കണം കേട്ടോ തല കുത്തി നിന്നാൽ വലുതാകുന്നത് തലകുത്തി നിന്നാൽ വലുതാകുന്നത് തല കുത്തി നിന്നാൽ 9-6 യെസ് എനിക്കറിയാം. കൈവിട് കൈവിട് കർത്താവ് നിന്റെ ശക്തി നേരെ ദേശവാസിയോ? കാണിക്കുക. നേരത്തെ 100 കിട്ടിയതുപോലെ ഇത്തവണയും 50 കൊടുക്കുക. വീണാക്ക brilliance, ലോട്ടറി ബ്രഹ്മത്ത് പോലെ brilliance. തിരിച്ചു. Yeah. 6 സിക്സ് ഛേ Yeah. ഛേ 6 ഒന്നും ഉണ്ടാവും വാവ് ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഒന്നും Oh, ഉണ്ടോ? damn. 20 10 200 300 400 ഇല്ല അത് ഇല്ല ഓക്കെ അത് കമ്മീഷൻ അത് കമ്മീഷൻ ഇപ്പൊ 30% കട്ട് ചെയ്തിട്ടാ കൊടുക്കുക ഓ Okay. ഹൃദയ സാബല്യേ അത് കാലക്കടം അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്റെ പ്രാക്ക് കിട്ടുന്ന അല്ലാത്ത 2 സെലക്ഷനിലും നല്ല പൈസ കിട്ടി ഇപ്പൊ എത്ര 600 അതെന്താണെന്നറിയോ നേരത്തെയൊക്കെ ധ്യാനായിരുന്നു നമ്പർ പറഞ്ഞോണ്ടിരുന്നത് ഇതിപ്പോ ഞാൻ സ്വയം അങ്ങ് തീരുമാനിച്ചു ഇതാണൊന്നും പറയാത്ത അപ്പോഴേ കയറി വിരിഞ്ഞാണ് അതെ 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 ശരിയാണ് കറക്റ്റ് ആളിയാ ഞാൻ നല്ലൊരു കാര്യം പറയാൻ പറ്റും അപ്പോഴേ വിരിഞ്ഞു ഞാൻ നേരത്തെ ഓർത്തായിരുന്നു
ഇടയ്ക്കിടയ്ക്ക് എണ്ണി ഞങ്ങൾക്ക് 600. നിങ്ങള് ഇതിന്റെ ഫുള്ള് അവർ 20% ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ലെവലിലെത്തും. ഞാൻ 20% ഞങ്ങളുടെ കൊച്ചു 20% പോലും ചോദിച്ചില്ല. ചോദിച്ചിട്ടില്ല, അറിയോ? കഴിയുന്ന കുഞ്ഞിനല്ലേ അല്ലേ? അതെ, അതെ, അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു Question segment ആണോ? ക്വസ്റ്റ്യൻ കൂടെ പോട്ടെ. GK. ജിക്കെ കൊടുക്കും. എന്നിട്ട് വേണം അത് തെറ്റിക്ക്. GK ആണോ? ഓക്കെ. ഫ്രണ്ട്സ് ആൻസർ എന്താ? ആൻസർ എന്താ അതിന്റെ? വേണ്ട അല്ല, കേട്ടോ. ക്ലൂ കൊടുക്കണമെങ്കിൽ. ഓ, അത് വലിയ അക്ഷരം. പറഞ്ഞു. അല്ല, ഇത് ജനറൽ നോളജാ. ആണോ? എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. ഓക്കെ. ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയിട്ട് തിരിച്ചു തരാതെ ഇരിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണോ? ഇതെന്താ ഇത്? അതായത് അതെ അതെ അതെ. അപ്പൊ ഞാനും ജീവക്ക് എത്ര ഒഫൻസ് ചെയ്തിട്ടുണ്ട്? മാത്രല്ല അത് എന്താണ് എന്നും കൂടി പറയണം. എങ്ങനെയാണ് അതിന്റെ ശിക്ഷ എന്നറിയുമെങ്കിൽ അതും പറയണം. ഇല്ല, അവര് തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. അവര് തമ്മിൽ കോൺഫ്ലിക്ട് അല്ല, അങ്ങനല്ല. അതൊരു ലോ വൈസ് അത് പണിഷബിൾ ഒഫൻസ് ആണോ? ലോ വൈസ് കംപ്ലൈന്റ് കൊടുത്താൽ കംപ്ലൈന്റ് കൊടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദില്ല. കംപ്ലൈന്റ് കൊടുത്ത പണിഷബിൾ ഒഫൻസ് ആണ്. അറിയാമോ? ജിമ്മിലൊക്കെ പോയിരിക്കും. നോക്കി അവൻ അവരുടെ ടീമിന് വേണ്ടിട്ട് നമ്മളെ ഇൻവാലിഡ് ആക്കുക. സോറി, ഞാൻ നല്ല വാലിഡ് ചോദ്യം അല്ലല്ല, ഈ ചോദ്യത്തിന് എന്തായിരുന്നു പ്രശ്നം? അതായത് ഒരു മിനിറ്റ്, ഞാൻ വ്യക്തമാക്കട്ടെ. ഇവള് ചോദിക്കുന്നു രണ്ടു പറയും യെസ് ഓർ നോ. യെസ്, ആ ഉത്തരം ശരി. അതെന്ത് ചോദ്യം? അതിനുശേഷം അവള് പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പിംഗ് അവള് പറഞ്ഞു ക്ലിപ്പ് കാണാറില്ല ഞങ്ങള്. ഈ ക്ലിപ്പ് കാണത്തില്ലെന്നോ? ഇന്ത്യയിൽ കളക്ഷൻ ഏറ്റവും കൂടെ എനിക്കറിയാം. അപ്പൊ പിന്നെ നമ്മുടെ നമ്പര് കറക്റ്റ് ചോദ്യം ചോദിക്കും. അടുത്ത ചോദ്യം ചോദിച്ചോ. ചോദ്യം ഇവനെ പിടിച്ച് ഞാനിപ്പോ തല്ലിയാൽ അത് തെറ്റാണോ ശരിയാണോ? അപ്പൊ അവർക്ക് പോയിന്റ് കൊടുക്കാലോ. ഇന്റർവ്യൂ ചെയ്യുന്നതിന് തല്ലിയാൽ തന്നെയാണോ? എല്ലാവരും അതെ, അതെന്ത് ചോദ്യമാണ്? സോനയും എബിയും ഇത് ജനറൽ നോളജ് ജനറൽ നോളജ് സോനയും അവർ അതേ ചോദിക്കണ്ട, ഞാനും ചോദിക്കണ്ട. നമ്മുടെ ടീം സോറി രണ്ടാം ചോദ്യമാണ്. 20% ഇടതല്ലേ? ഇങ്ങോട്ട് നോക്കി. പലപ്പോഴും വേറെ സ്ഥലത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. അതെ, 100 രൂപ കാണിക്കുന്ന സ്ഥലം. 500 ഞാൻ 100 നോക്കിയത്. സോനയും എബിയും തമ്മിൽ നടത്തിയ ഓട്ട മത്സരത്തിൽ സോന എബിയേക്കാൾ 35 സെക്കൻഡ് താമസിച്ചാണ് ഫിനിഷ് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത്. എന്നിട്ടും സോനയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. സോനയ്ക്ക് എന്ത് കിട്ടിയാലും എബിക്കാണല്ലോ. എബിക്ക് എന്ത് കിട്ടിയാലും സോന. റോങ് ആൻസർ. 10 സെക്കൻഡിൽ നിങ്ങൾക്കുണ്ട്. ഇനി പറയാൻ പറ്റത്തില്ല. 3 കൗണ്ടി. 4 5 6 എന്തോ പറയുമായിരുന്നു. ഒരു മിനിറ്റ്. അല്ലല്ല, ധ്യാൻചേട്ടൻ എന്തോ പറയായിരുന്നു പറഞ്ഞു. അല്ലെങ്കിൽ ഇവര് നമ്മുടെ ആൻസർ ഇൻവാലിഡ് ആക്കും. മനസ്സിലാക്കണം. ചോദ്യം ഒന്നൂടെ. സോന എബിയും ഓട്ട മത്സരത്തിലുണ്ട്. എബിയാണ് ജയിച്ചത്, പക്ഷെ സോനയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. എന്താണ് കാരണം? ഇവരെന്തോ ക്ലൂ കൊടുത്ത് എന്താ പാട്ടോ? 1 2 സോണ സോണ നീ ഞാൻ എങ്ങനെയുണ്ട് അത് പറഞ്ഞു പാട്ട്. ചോദ്യം ചോദിച്ച ശേഷം ബർസ കഴിച്ചാൽ നിങ്ങൾക്കാണ് സമയം. ഇവര് 10 സെക്കൻഡ് തെറ്റാണ്. നീ പറഞ്ഞു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വേണ്ടേ? എനിക്കതൊന്നും അറിയില്ല. ഏതെങ്കിലും 4 എടുത്തോ. എടുത്തു.
500. എടുത്തോ, അവരുടെ 200 രൂപ ഞാൻ എടുത്തു. ഇപ്പൊ എല്ലാം compromise. അലമ്പ് ഞാൻ അലമ്പ് കളി. അയ്യേ, അതെ. അതെ, നിങ്ങളുടെ 10 സെക്കൻഡ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി അവിടെ ബസർ അടിക്കണ്ട. നോ. പക്ഷെ ശമ്പ പറഞ്ഞത് അവരുടെയാണ് ഉത്തരവെങ്കിലും ബസർ അടിക്കാതെ പറ്റില്ലെന്ന് പറഞ്ഞു. അത് ആദ്യം അതാണ്. പിന്നെ ഓരോ മിനിറ്റിലും ഓരോ എടാ കുഞ്ഞാപ്പി, ഞാൻ പറയുന്ന കേക്ക്. ഇത് ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ബസർ ആദ്യമാണ് അടിക്കേണ്ടത്. ഒരാളെ ടൈം കഴിഞ്ഞ് പിന്നെ ബസർ അടിക്കണ്ട, ഓട്ടോമാറ്റിക്കലി വരും. എടാ ഇത് അപർണ പറഞ്ഞു. എടാ നിങ്ങൾ കേട്ടതല്ലേ? പോട്ടെ നമുക്ക് പുറത്ത് തീർക്കാം. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണേ. ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അംബേദ്കർ. ഫാദർ എന്ന് പറഞ്ഞപ്പോഴാണ് ബസർ അടിച്ചു കഴിഞ്ഞു. മദറിനല്ലേ പറഞ്ഞ ഫാദർ കമ്മീഷൻ 20% ഇല്ലെങ്കിൽ ഇതെങ്കിലും തരണം. 50 രൂപ. സന്തോഷമായി. ജനറൽ നോളജാ നമുക്ക് വൈകി ഈ ചാറ്റിൽ ലെഫ്റ്റ് ആയാലും. അംബേദ്കറിന് 50 രൂപ, ബഹുബോവിന് 400 രൂപ. എന്നോടല്ല സെലക്ട് ചെയ്തതല്ലേ, ഞങ്ങൾ തന്നല്ലോ. യു ആർ ദ സെലക്ടർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പൈസ സെലക്ട് ചെയ്തവരാ. ബഹുബോവിന് 400 രൂപ അല്ലേ? പാവം മനുഷ്യൻ 50 രൂപ. ഓക്കെ. ഓ, ഇത് കുറച്ച് GK ആട്ടോ. വേറെ ഉണ്ടോ? ഇന്ത്യൻ നിയമപ്രകാരം ഒരു പുരുഷന് രേഖകളൊന്നും ഇല്ലാതെ കയ്യിൽ വെക്കാൻ സാധിക്കുന്ന സ്വർണത്തിന്റെ അളവ് എത്ര പവൻ? രേഖകളൊന്നും ഇല്ലാതെ 5 പവൻ. തെറ്റ്. ഇനി നിങ്ങൾക്ക് ബസർ അടിക്കണ്ട. 10 സെക്കൻഡ് ഉണ്ട്. ഇവന്റെ വീട്ടിൽ 1 2 3 4. തെറ്റ്. 5. ഇനി 1 നിക്ക്. 2. 10 പവൻ. തെറ്റ്. 1 2 ഏതെങ്കിലും കറക്റ്റ് ആവും. 3 4. ക്ലൂ നമ്മൾ ചിലപ്പോ ഒരു സെറ്റ് ആയിട്ടൊക്കെ എടുക്കുന്നതിന് പറയുന്ന പേരെന്താ? 1 2 12 പവൻ. കറക്റ്റ്. എനിക്കറിയാം. സെറ്റായിട്ട് എടുക്കുന്നത് അത് കിട്ടിയല്ലേ? വേണ്ടി വന്നു ആ ടീമിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ. 5 പവൻ. എന്റെ ഞാൻ പക്ഷെ റിച്ചാ, ഞാൻ 10 വെച്ച് അടിച്ചു. ആ 12 ഉത്തരം എങ്ങനെയാ കിട്ടിയത്? എന്താ? എന്റെ ക്ലൂവിൽ നിന്നല്ലേ? അതെ. എന്ത് ക്ലൂ ആയിരുന്നു? എല്ലാത്തിലും പങ്ക് വേണം ഇപ്പോൾ. കമ്മീഷൻ അടിക്കാനാ. 12 പവനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട്. എത്ര 300 രൂപ. Oh my God. വീണ കാപ്പണം. എന്നെ കിട്ടിയത് നന്നായാ. Correct. ഞങ്ങൾക്ക് ഒട്ടും നന്നായി. ഞങ്ങളുടെ മുത്താണ്. ശംഭു ഞങ്ങളുടെ ചേട്ടനാണ് മുത്താണ്. ചോദ്യം അല്ലേ? പണ്ടന്മാർക്ക് ബഹുബോവ് ഒരു കുസൃതി ചോദിച്ചോട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് വെക്കാൻ പറ്റുന്നത് എത്ര പവനാ രേഖകളില്ല? ഞാൻ ഈ 12 പവനും 10 പവനും ഞാൻ വാങ്ങിച്ചു. ഇല്ല. അല്ല, രേഖകളില്ലാതെ സ്ത്രീകൾക്ക് അത് സ്ത്രീക്കും പുരുഷനും വേറെ വേറെ ഇടും. അത് പുരുഷനല്ലായിരുന്നു. 12 പവൻ. ഇല്ലില്ല. തെറ്റ്. ഇനി 10 സെക്കൻഡ് നിങ്ങൾക്ക്. ബസർ അടിച്ചിട്ട് പറയണേ. 3 4. പെട്ടെന്ന് കൊടുക്കണേ. ഞാനൊക്കെ പെട്ടെന്ന് കൊടുക്കും. 5 അയ്യോ, ഇതിനൊരു ക്ലൂ ഇല്ല. അത് ഈ 9 അല്ലല്ല, കുറച്ച് ഷഷ്ടി പൂർത്തിയൊക്കെ 60 പവൻ. തെറ്റ്. 70 പവൻ. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇടയ്ക്ക്. 65 പവൻ. അല്ലല്ല, അതിന്റെ താഴെ. 55 60-നും 70-നും ഇടയ്ക്ക്. 65. ഏ? തെറ്റ്. അല്ലല്ലല്ല. അതിന് ആര് പറയുന്നത്? 68 പവൻ. 63 പവൻ. അടിച്ചിട്ട് പറ, അടിച്ചിട്ട് പറ. 63 പവൻ. 62 മാത്രം പറയാൻ പറ്റില്ല. ഓടാ. ശിക്കാരി ശംഭുവിന്റെ ഫീമെയിൽ വെർഷൻ എന്ത് പറഞ്ഞാലും 67 പവൻ. 62 പവന്. ഇതെങ്കിലും ശംഭു ആ 67 പവൻ വാങ്ങിച്ചിട്ട് ബാക്കി എന്തോലും ഉണ്ടെങ്കിൽ അല്ല, 67 ഉത്തരം പറഞ്ഞേ. 62. ഒരു നാരങ്ങാളം കുടിക്കാൻ എടുത്തോ. ശംഭുവിന് സമാധാനമായി. ഇത്രയും കഷ്ടപ്പെട്ട് വീണ എല്ലാം ശ്രദ്ധിച്ചായിരുന്നല്ലേ? ശംഭു വണ്ടി നോക്കി കേട്ടോ. അഡ്വാൻസ് കൊടുത്തേക്ക്. അഡ്വാൻസ് കൊടുത്തു. അമ്പലപ്പറമ്പിൽ പോയിട്ട് കൊടുക്കണോ? ഇതിന് പോകുന്ന വഴിക്കുന്ന കാറ് ഇനി ഒരു കാര്യം, ആപ് കൈസേഹോ എന്നാണ് സിനിമയുടെ പേര്. ആപ് കൈസേഹോ എന്ന് പറയുമ്പോൾ താങ്കൾ സുഖമായിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ്.
നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ താങ്കൾ സുഖമായിരിക്കുന്ന ഫാമിലി അതർ ദാൻ ഫാമിലി ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ പേര്? അതായത് ജെനുവിൻലി നമ്മളെ കുറിച്ച് സുഖമാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ചുമ്മാ ഫോർവേഡ് മെസ്സേജ് ഒരു കാര്യമില്ല. ആൽവിച്ചൻ. ആൽവിച്ചൻ. അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ ഒരു ബ്രദറാണ്. ഓ, പേര് ശിവദർശൻ. ശിവദർശൻ. ആ, ഓക്കെ. ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എനിക്ക് അങ്ങനെ ഒരാളില്ലെന്ന്. നിന്റെ ഇതല്ലേ സ്വഭാവം. ഇനി ഞാൻ ചോദിക്കും എന്റെ നമ്പർ ഉണ്ട്, ഞാൻ ചോദിക്കാം. എന്നോടും ചോദിക്കണം. ഞാൻ ചോദിക്കാം. ചേട്ടൻ പറഞ്ഞില്ല, ഞാൻ ചോദിക്കാം. ചോദിക്കുന്നുണ്ടാവും. അടുത്തൊന്നും വരത്തില്ല. ഞാൻ ആരുമില്ലേ? നിന്നോട് ഞാനും എനിക്ക് ആരുമില്ല. ഇവരാരുമില്ല. ഇവൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. സുഖമാണോ? എടാ, 2013, 14, 15 മറക്കരുത്. ഇന്ന് ശംഭുവിന്റെ ദിനമാണ്, ശുഭദിനം. എനിക്ക് പറയാനുള്ളത് എന്തുണ്ടെങ്കിലും ബ്രോ ആദ്യം കിട്ടിയ 600 ആയിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് കുറച്ചുകൂടെ നേടാനുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഒരു ഫൺ പാക്ഡ് മൂവി ആണോ ആപ് കൈസേ ഹോ? ഒരു കോമഡി. ഇറ്റ്സ് എ കോമഡി മൂവി. ഫെബ്രുവരി 28 ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് സ്വാഗായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവി എന്ന് പറയാൻ പറ്റുമോ? അത്യാവശ്യം. റൊമാൻസ് ഉണ്ടോ? റൊമാൻസ് ഉണ്ടോ? കൈയെടുത്ത് പറയണോ? അടുത്തോട്ട് വന്ന് നിൽക്കുമ്പോ ഫൈറ്റ് ഉണ്ടോ? ഇത് ധ്യാന്റെ സ്ക്രിപ്റ്റ് അല്ലേ, അപ്പൊ എന്തായാലും ഫൺ ആയിരിക്കുമല്ലോ. പിന്നല്ല. ഫൈറ്റ് ഇല്ല, റൊമാൻസ് ചെറുതായിട്ടുണ്ട്. ഞാൻ ചേട്ടൻ അങ്ങനെ പറയുന്നത് എനിക്ക് ധ്യാനോട് നല്ല റൊമാൻസ് ഉണ്ട്. ഇപ്പഴാ അല്ല, സിനിമയില് ഒരു പിന്നെ ഫ്രണ്ട്സിന്റെ ബാച്ചിലർ പാർട്ടി നമ്മൾ കൂടാന്ന് വിചാരിക്കും. അവിടെ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയാം. അല്ല വേണ്ട. ഇത് നിന്റെ കഥയാണെന്ന് അറിയണമല്ലോ. ഫ്രണ്ട് ഇവനാണ്. ഈ ഏട് എവിടുന്ന് എടുത്ത ഏടാണ്? അതായത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഏത് എക്സ്റ്റെന്റ് മുതൽ ഏത് എക്സ്റ്റെന്റ് വരെ നടക്കാമായിരിക്കും. ഐ ക്യാൻ ഇമാജിൻ. ഓക്കെ, അപ്പൊ അതില് പിന്നെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പിന്നെ കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നമുണ്ട്, പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ആഘോഷമുണ്ട്, അലമ്പുണ്ട്, എല്ലാം ഉണ്ട്. പൊളിക്കും. അപ്പം അത് അടിപൊളി ഒരു മൂവി ആവട്ടെ. ഫെബ്രുവരി 28 തീയതി ഞങ്ങൾ ഒരുമിച്ച്, നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി കാണുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഏത് തിയേറ്ററിലായിരിക്കും? പിന്നെ പറയാം. എവിടെയായിരിക്കും? ശരി, വനിതാ വിനീത പൊളിക്കാം. അപ്പം അടിപൊളി മൂവി ആവട്ടെ. യെസ് ഗൈസ്, അപ്പൊ ഇനിയുള്ള സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കി പോകാതിരിക്കുന്ന പെട്ടികളുണ്ട്. അപ്പൊ ആ പെട്ടികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം 4 വെച്ചിട്ട്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ റിയാക്ഷൻ എന്താ? അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് പെട്ടി സെലക്ട് ചെയ്യാം, ഇവിടുന്ന് പെട്ടി സെലക്ട് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ടാലി നോക്കാം. ഓക്കെ, റെഡി? വീണ ചേച്ചി തുടങ്ങി. 15. ഞങ്ങൾ ചെയ്യും. എനിക്ക് ഈ ബുദ്ധി പണ്ടേ തോന്നിയായിരുന്നെങ്കിൽ. കുറെ പൈസ ഇരിക്കുന്നു. 100, 200, 250, 300, 400, 500, വീണ്ടും 600. 17 ഓൾറെഡി തുറന്നു വെച്ചേക്കാണോ? ഒരു 200 രൂപയാണ് കൂടിപ്പോയി. എത്ര ഉണ്ടാ? 1 രൂപ. എത്ര? അത് കലക്കി. കുഴപ്പമില്ല, നമ്മൾ അതിന് മുന്നേ നിൽക്കാം. ഒന്നും ഉണ്ടാവില്ല. എത്ര? 10? 10 പ്രാവശ്യം ചോദിച്ചു. ഒരു പ്രാവശ്യം നീ കേൾക്കാൻ പറ്റും. ഞാൻ വഴി തെറ്റിച്ച് വിട്ടതല്ലേ, എനിക്കറിയാം 5-ലാണ് കൂടുതലെന്ന്. 600. ദിവ്യ, നിനക്കാണ് കാശിന്റെ കാര്യത്തിൽ. എനിക്ക് കാശുണ്ടോ അല്ലെ ആക്കണമെന്നല്ല, നീ കിറ്റിക്കും. പറ. 8. എത്ര? 8. കൂടി പോരാ 5 രൂപ. അങ്ങോട്ട് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത്? ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അതും എണ്ണിത്തരാം. 100 കുറെ ഉണ്ട്. 200, 200, 300, 20%. 400. കലക്കി. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇത് ഓർമ്മയുണ്ടോ? 10. 10.
ഇതെന്താ എടുത്തോണ്ടിരിക്കുന്നത്? ആ, ഞാനൊന്നും എടുത്തില്ല. നിങ്ങളല്ലേ മനുഷ്യ 10 എടുക്കാൻ പറഞ്ഞത്? അത് ഞാൻ നേരെ റിവേഴ്സ് അടിച്ചതാ, അതെ. എടുക്കാതിരിക്കാൻ വേണ്ടി. അല്ലെ പാർഷ്യാലിറ്റി ആണെന്ന് ഓർത്തു. ഐശ്വര്യം വരുന്നു. ഐശ്വര്യം. നാരങ്ങാവെള്ളത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലും, അടുത്ത ആള് ഒരു- നാരങ്ങാവെള്ളത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ, അത് വെച്ചോ, വെച്ചോ. ഒരു തുപ്പൽ മുട്ടായെങ്കിലും. ശരി, 3 പറഞ്ഞാലാ ഓക്കെ. അതിൽ 2 3 രൂപ. 3 രൂപ 3 രൂപ എന്നൊക്കെ. ഓ പൊളിച്ചു. എടാ, അളിയ 700 800. 800. ശരിക്കും വയ്യ. നീ ഏതൊക്കെയല്ലേ 16 11 മാത്രമേ ഉള്ളൂ. ടെൻഷനായി കേട്ടോ നമുക്ക്. ഏതാ അടുത്ത ഒരു? ഇനി 11ഉം 16. 11ഉം 16. 16. 16 അപ്പൊ നിങ്ങൾക്ക് 11 ആണല്ലോ. ആയിക്കോട്ടെ. 700. 700. വാ. നാരങ്ങാവെള്ളം കുടിക്കാൻ കുറേ കാലം വെള്ളം കുടിക്കും. 600 രൂപ. അതെങ്ങനെയുണ്ട് ഐഡിയ. എന്തിനാ നിങ്ങളൊന്നും പറ. അല്ല 11 ഉണ്ട്. 11 കഴിഞ്ഞു 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 11 കഴിഞ്ഞു കഴിഞ്ഞു. 11 11 രണ്ടുപേർക്ക് വീതിച്ചെടുക്കും. എത്ര ഉണ്ട് നിങ്ങൾക്ക്? 4500. നിങ്ങൾക്ക് എത്രയുണ്ട്? 3200. 4500 വരത്തില്ലല്ലോ. വന്നു. ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ആണോ 3500 ഞങ്ങൾക്ക്. ആ, അപ്പം കുഴപ്പമില്ല. അപ്പോഴും 3000 കയ്യിലുണ്ട്. 3000 കയ്യിലില്ല. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നന്നായിട്ട് ഇനി പണിയെടുപ്പിച്ച ഞങ്ങൾക്ക് തരുന്ന പൈസ തരണേ. ഞങ്ങളുടെ കൂടെ നിന്ന് ഉടായ്പ രീതിയിലല്ല, സ്ട്രെയിറ്റ് അതെ, straight forward. അതെ, അതെ. നീ പറഞ്ഞു എത്ര കൊടുക്കണം? 500 കൊടുത്ത്. എന്നാ മോളെ 500. താങ്ക്സ്. ഞാൻ ചോദിച്ചു വാങ്ങാതെ എനിക്ക് മനസ്സറിഞ്ഞാൽ മതി. അവരെന്തായാലും ഒരു 1000 കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്കറിയില്ല. പൈസ കൂടുതലും പുള്ളി ആള് സ്ട്രേറ്റ് ആണ്. പക്ഷേ സ്നേഹത്തിന്റെ ബന്ധങ്ങൾക്ക് നൽകുന്ന നാരങ്ങാവെള്ളം കുടിക്കാൻ. 1000 രൂപ. നീ എത്ര രൂപ കൊടുത്തേ? ഞങ്ങൾ 500. 500 പകുതി കൊടു. 50 രൂപ നിങ്ങൾ എടുത്തോ. കണ്ടോ 40 രൂപയ്ക്ക്. അത്രയും കയ്യിലുണ്ടായിട്ട് 50 രൂപ പോലും അള്ളി പിടിക്കാൻ കഴിയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്ട്രേറ്റ് ആയിട്ട് കളിച്ച 500 അത് തന്നെ. ഇനി ബന്ധങ്ങളുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ദിസ് ഈസ് എ ഗെയിം. ഇവിടെ എങ്ങനെ കളിക്കാം, റൂൾ അനുസരിച്ച് എന്തും കളിക്കാം. 1000 റൂൾ എന്ത് വേണം അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. റൂൾ റൂൾ അനുസരിച്ച്. അനുസരിച്ച്. അതെ. റൂൾ അനുസരിച്ച് നൈസായിട്ട് എങ്ങനെയും കളിക്കാം. റൂൾ അനുസരിച്ച്. റൂൾ അനുസരിച്ച് ബേസിക് റൂൾ. പക്ഷെ ആ റൂൾ എന്താന്നുള്ളത് ഓരോ 10 മിനിറ്റ് അതെ, മാറ്റ്, ശമ്പു മാറ്റ്. ഇതിനകത്ത് കൺകെട്ട് വിദ്യകളും ഉണ്ട്. That's it. Not so bad. അപ്പൊ ഓക്കെ ഗൈസ്,